ഹായ് ഫ്രണ്ട്സ്, സല്ലീസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് അല്പം തക്കാളി, പച്ചമുളക്, ഉണക്കമീൻ, സവാള എന്നിവയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ഉണക്കമീനാണ്. അത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സമയക്കുറവ് കൊണ്ട് പെട്ടെന്ന് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി സവാളയാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. മീൻ നല്ലപോലെ ഫ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് ഒരല്പം മുളക് പൊടി ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മുളക് പൊടിയെല്ലാം പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണെങ്കിൽ പിന്നെ അതിലേക്ക് മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കിവിടെ നല്ലപോലെ പച്ചമീനൊന്നും എപ്പോഴും കിട്ടാത്തത് കൊണ്ടാണ് ഈ ഉണക്കമീൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുകളിൽ ഉണ്ടാക്കി കൊടുത്താലല്ലേ എല്ലാവരും കഴിക്കുകയുള്ളൂ. ഏത് ഐറ്റം ഉണക്കമീനാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന മീനാണ് എടുത്തിട്ടുള്ളത്. ഒരു വശം നല്ലപോലെ മൊരിഞ്ഞ് വന്നപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ്. മറിച്ചിട്ട് രണ്ട് വശവും നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. മാറ്റിക്കഴിഞ്ഞ് അതിലേക്ക് വീണ്ടും നമ്മൾ അടുത്ത ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാനാണെങ്കിൽ ഒരു ചട്ടിയിൽ മീൻ ഫ്രൈ ആകുന്ന സമയത്തിന് വേറൊരു ചട്ടി വെച്ച് അതിലേക്ക് ഈ സവാളയും തക്കാളിയെല്ലാം വഴറ്റിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ചട്ടിയിൽ തന്നെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഞാൻ വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി അല്പം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാളയാണ് ഞാൻ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്ന മീനിനെല്ലാം എപ്പോഴും ഭയങ്കര ഉപ്പാണ്. ആ ഉപ്പ് നമുക്ക് അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഉപ്പ് അറിയാതിരിക്കാൻ കൂടി നമ്മൾ ഈ തക്കാളി ചേർക്കുമ്പോൾ നല്ലതാണ്. കൂടുതൽ ഉപ്പുള്ള മീൻ കഴിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥതയല്ലേ. BP ഉള്ളവർക്കൊന്നും അത് കഴിക്കാൻ പറ്റില്ലല്ലോ. അതിനാണ് നമ്മളിതുപോലെ തക്കാളിയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്ത് നല്ലപോലെ വഴന്ന് വരണം. അതിന് എത്ര സമയം നല്ല കളറാകുന്നത് വരെ വഴന്ന് വരണം. അതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളകും സവാളയെല്ലാം നല്ലപോലെ വഴന്ന് വരണം. ഉണക്കമീൻ കഴിക്കാൻ സാധാരണ ഇഷ്ടമില്ലാത്തവർക്ക് കൂടി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇഷ്ടപ്പെടുന്നതാണ്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് ആവശ്യമായ മുളക് പൊടി നിങ്ങൾക്ക് എത്ര അളവ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുള്ളൂ. ഇവിടെ ആർക്കും അധികം എരിവ് ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് മുളക് പൊടിയുടെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കണം. നല്ലപോലെ വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി നല്ലപോലെ വഴന്ന് വരണം. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ തക്കാളിയുടെ വെള്ളത്തിൽ തന്നെ അത് നല്ലപോലെ വെന്ത് കിട്ടും. അത് നല്ലപോലെ വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ അത് ഒരു അടപ്പ് വെച്ച് അടച്ച് വെക്കുക. അടച്ച് വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി തക്കാളി നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കണം. മീൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. തക്കാളി നല്ലതുപോലെ വേവിച്ച് ഉടച്ച് ചേർക്കണം. ഞാൻ ഇതിനു മുമ്പിട്ട വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷായതുകൊണ്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കരുത്. ഇത് നല്ലപോലെ വഴറ്റിയ ശേഷം അടപ്പ് വെച്ച് വീണ്ടും അടച്ച് വെക്കണം. അടച്ച് വെച്ച് നല്ലപോലെ വെന്ത ശേഷം തക്കാളിയെല്ലാം ഉടച്ച് ചേർത്ത് മീനെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അപ്പം നമ്മുടെ ഡിഷ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. വീണ്ടും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് ഞാൻ വരുമ്പോൾ ഞാനുമായിട്ട് നിങ്ങൾ സഹകരിക്കണം. എൻ്റെ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഡിഷ് ശരിയായിട്ടുണ്ട്. നമ്മുടെ ഉണക്കമീൻ ഫ്രൈ ആണ്. അത് നമ്മളൊരു ബൗളിലേക്ക് എടുത്ത് സെർവ് ചെയ്യുകയാണ്. ഇതുവരെ ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.